ഹലോ അസ്സലാമു അലൈക്കും. അപ്പം മദ്രസ 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ രാവിലെ സമയം അത് 7 മണിയാണ്. അപ്പോൾ മിന്നൂനൊക്കെ ഇവിടെ മദ്രസ പോകാൻ വേണ്ടി ഒരു ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ മിന്നുക്കുട്ടീനെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നല്ലോ. അപ്പോൾ ഓളിങ്ങനെ സബ് ജില്ലയ്ക്കൊക്കെ ഈ അറബി ഗാനത്തിനൊക്കെ വേണ്ടി പോയിന് കേട്ടോ. അതായത് അവൾ എന്താ പറയുക, ഒരു അടിപൊളി അറബി ഗാനൊക്കെ പാടിയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നത്. ഇന്നലെ വന്ന് ഇന്ന് തന്നെ രാവിലെ ഒരു വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞ അനിയത്തി ഇങ്ങനെ ഇറങ്ങിയപ്പോഴേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മൾ മിന്നു മദ്രസ പോകാൻ നിൽക്കണ മിന്നുവിനെ കൊണ്ട് നമുക്കൊരു പാട്ടൊക്കെ പഠിപ്പിച്ചല്ലോ. ഒരു അറബി ഗാനം പഠിക്കാം. ഏതാണ്, ഏതിനെ കുറിച്ചുള്ള പാട്ടാണത്? ഫലസ്തീനെ കുറിച്ചുള്ള. എങ്ങനെയാണ് ആ പാട്ട്? ഫലസ്തീനിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ മരിച്ചു വീഴല്ലേ, എല്ലാവരും കൊല്ലല്ലേ. അപ്പോൾ ഈ പാവപ്പെട്ട മക്കളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണല്ലോ. അപ്പോൾ എന്തായാലും ഇവർ മദ്രസ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വേഗം ഒരു പാട്ട് എന്നെ മൂത്തുമ്മി നട്ട് വിളിക്കൽ. സാധാരണ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയുള്ള മൂത്തമ്മ എന്നല്ലേ, ഇവർ മൂത്തുമ്മി എന്ന് വിളിക്കും. ഉമ്മി എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഉമ്മി എന്ന് വെച്ചാൽ നമ്മൾ അറബ് നാട്ടിലേക്ക് ഉമ്മി എന്നുള്ള വിളിക്കൽ. അപ്പോൾ എൻ്റെ ആങ്ങളെയും വൈഫും കുട്ടികളൊക്കെ അവിടെ ആയതുകൊണ്ട് അവിടെ ജനിച്ച് വളർന്നതാണ് എൻ്റെ ആങ്ങളുടെ മോനൊക്കെ. അപ്പോൾ പിന്നെ അവർ ഉമ്മച്ചിനെ അങ്ങനെ ഉമ്മി എന്നൊക്കെ വിളിക്കൽ. ഉമ്മി എന്നൊക്കെ വിളിക്കുമ്പോൾ അത് കേട്ട് ഇവർ മൂത്തുമ്മി എന്നിട്ട് വിളിക്കൽ. എന്നാൽ മിന്നു ഒരു പാട്ട് പഠിക്കാം. ആ ഫലസ്തീനെ കുറിച്ചുള്ളൊരു പാട്ട് കേട്ടോ. الواحد منا يظهر آلافا لن تقبل فينا ورقة تين ما هان الحق عليك ولا خافا عودتنا إيمان ويقين لن نسكت لن نستسلم لا 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 نفديك لنحيا يا فلسطين بلادي نحملها جرحا أو أملا لا 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 ورح نبقى في اليوم الدين فلسطين بلادي. അപ്പോൾ നമ്മൾ മിന്നു എന്ന് പറഞ്ഞാൽ പാട്ട് ഇങ്ങനെ അറബി ഗാനൊക്കെ പാടുന്ന ഇഷ്ടമാണ്. അതുപോലെ തന്നെ പിന്നെ അവൾ നല്ല ഖുർആൻ പാരായണം നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കണ കേട്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടം. മിന്നോ ഇവിടെ വാ, എൻ്റെ പേരെന്താ പറഞ്ഞെടുത്താ? ഇപ്പോൾ കുറേ കുട്ടികളുടെ അവിടെ മദ്രസക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. മിൻഷ ഫാത്തിമ നമ്മളെ പേര്. ഒരു വരി ഖുർആൻ ഒന്ന് ഓതി കൊടുക്കും. ഏതെനിക്ക് ഓതാൻ ശരിക്കും കഴിയല്ലെന്ന്. ഒന്ന് എത്രാം ക്ലാസ്സിലേ? 4ലെത്തി. അപ്പോൾ പടി കൊടുക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ആമീൻ. മാഷാ അല്ലാ. അവളൊന്നും കൂടെ നല്ലൊരു രീതിയിൽ ഓതാറുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആയത് കാരണം പിന്നെ കുട്ടികളുടെ മദ്രസക്ക് പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണവൾക്ക് ആ ടെൻഷനും കൂടി ആയിട്ടുണ്ടാ. അവളെ ഖുർആൻ പാരായണം നല്ല ഇഷ്ടം എനിക്ക് കേൾക്കാൻ. ഞാൻ വന്നാൽ അവളെ കൊണ്ട് എപ്പോഴും ഒതിപ്പിക്കും. നല്ല മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ അവൾക്ക് പോകേണ്ട തിരക്കായതുകൊണ്ട് പെട്ടെന്ന് ഒതി വിട്ടാണ്. എന്നിട്ട് പോവനെ സലാം എന്നില്ലേ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അപ്പോൾ ഇവർ മദ്രസ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ടീം ബാക്കി അങ്ങോട്ട് താഴത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതാണ് എൻ്റെ വീടിൻ്റെ ഉമ്മ എന്തോ കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന അനിയത്തിയും കുട്ടികളൊക്കെ ഒന്ന് പുറത്തിറങ്ങും കേട്ടോ. അപ്പോൾ ഉപ്പ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഇതാ അവിടെ അകത്ത് എന്തോ ഫോണൊക്കെ കണ്ടിരുന്നീനു. ഇനിയിപ്പോൾ എന്താണെന്നോ രാവിലെ ഒരു എക്സസൈസിനൊക്കെ പോകാറുണ്ട്. എന്തോ ഇപ്പോൾ ഒരു എക്സസൈസിൻ്റെ ഒരു പേര് പറഞ്ഞല്ലോ, അങ്ങനെ നമ്മളെ കേരളത്തിലൊക്കെ മൊത്തത്തിലുണ്ട്. അതിനൊക്കെ പോയി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതാ നമ്മളെ താഴെ ഞാൻ പറഞ്ഞല്ലോ താഴെ കടലുണ്ടി പുഴയുണ്ട്. ആ ഭാഗത്തേക്ക് അനിയത്തിയും കുട്ടികളൊക്കെ പോയിക്കണ്. അപ്പോൾ അവിടേക്കൊന്ന് പോയൊക്കെ ഈ ഭാഗത്തൊക്കെ മൂത്താപ്പാൻ്റെ വീടുകളാണ് കേട്ടോ. എനിക്ക് ശരിക്കും 6 മൂത്താപ്പാരാണ് ഉള്ളത്. ഇതിലിപ്പോൾ 2 മരിച്ചു. പിന്നെ ഇതൊക്കെ മൂത്താപ്പാൻ്റെ മക്കളെ വീടാണ്. ഇതൊരു മൂത്താപ്പാൻ്റെ വീടാണ്. പിന്നെ ഇതൊക്കെ മൂത്താപ്പാൻ്റെ മക്കളെ വീടാണ്. ഇതൊക്കെ
അപ്പോൾ ഇതുവഴി ഒരു ഇടവഴിയുണ്ട്. ഈ ഇടവഴി കൂടെ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. ആദ്യമൊക്കെ ഞങ്ങൾ പുഴയ്ക്ക് എപ്പോഴും പോയ സ്ഥലമായിരുന്നിട്ടത്. പുഴയിലേക്ക് ഈ ഒരു അന്ന് ഈ ഇങ്ങനെ മതിലൊന്നും ഇല്ലായിരുന്നു, ശരിക്കൊരു ഭയങ്കര കല്ലും അതിമ്മ കൂടെ ഒക്കെ ഇറങ്ങൽ. നല്ലൊരു മലയായിരുന്നു ഇവിടെ. ഈ മല ഇപ്പോൾ കുറേയൊക്കെ JCB ഒക്കെ ഉപയോഗിച്ച് സെറ്റാക്കിയതിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുത്തിയതാ. വീടൊക്കെ ഇവിടെ എടുത്തിട്ടാ. ആദ്യമൊക്കെ ഇവിടെയൊക്കെ വലിയ മലയായിരുന്നു, കാണൂലേന് അങ്ങോട്ടൊക്കെ. ശരിക്കും ആ ഭാഗം ഇവിടെ നിങ്ങൾ നോക്കിയാൽ അവിടെ എയർപോർട്ടൊക്കെ ഇങ്ങനെ കാണായിരുന്നു. അപ്പോൾ ഇതാ ഇതുവഴി താഴോട്ട് പോയാൽ കടലുണ്ടി പുഴ നമുക്ക് കാണാൻ കഴിയും. ജസ്റ്റ് ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ഒരു വൈബാണ്, പഴയകാല ഓർമ്മകളൊക്കെ. ഇവിടെയൊക്കെ നല്ല ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പോൾ ദാ ഇവിടെ ഇൻ്റർലോക്കൊക്കെ പുഴയ്ക്കാണ് ഇൻ്റർലോക്ക് വിരിച്ചിരിക്കണത്. ഇൻ്റർലോക്കൊക്കെ വിരിച്ച് താഴേക്ക് വഴി ഉണ്ടാക്കിയിരിക്കണം. അതേപോലെ സ്റ്റെപ്പുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെയൊക്കെ ഭാവിയിൽ വീട് വരും. കാരണം നല്ല ഇതെന്താ പറയുക, അത്രക്കൊരു മല പോലെ കിടക്കുന്ന സ്ഥലമായിരുന്നു. JCB കൊണ്ട് മാന്തി ശരിയാക്കി. ഇതാ ഇവിടെ ഒരു വീട് വന്നു. അതുപോലെ നമ്മൾ വന്ന വഴി ഇതാ. ഇനി താഴെ ഇവരൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ പോയിക്കണേ. ഇവിടെ ഉണ്ട് കേട്ടോ ടീംസ്. ഇതാ കുഞ്ഞോളെ കുട്ടി, കുഞ്ഞോളെ പറഞ്ഞ അനിയത്തിയാണ്. ആ പഴം ഉണ്ടല്ലേ, പഴം അത് അപ്പുറത്ത് പോകല്ലേ. എന്താ സഫമോളും ഓനൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ. ഓൾക്ക് ഓനെ കിട്ടിയാൽ മതി. മോൾക്ക് ഇന്ന് മദ്രസ ലീവായിട്ടുണ്ട് ഞങ്ങൾ വന്നത്. കാരണം 2 ദിവസം റേഞ്ചുമാണ്, പിന്നെ മദ്രസിന്ന് സിയാറത്തും പോവാണ്. അങ്ങനെയാണ്. എന്താ സന്തോഷം എന്നവർക്ക്. ഇവിടെ അങ്ങനെ നല്ലൊരു ഏരിയയാണ്. പിന്നെ അത് ആ ഭാഗത്ത് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ആ സ്റ്റെപ്പും കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് മലയാണ്. അല്ല മലല്ല, ഈ മലേൻ്റെ താഴെയാണ് പുഴ. ഈ ഭാഗത്തൊക്കെ ഇതാ തെങ്ങും തോട്ടങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ പോകുന്ന ഈ ഒരു വഴിയിലായിട്ട് തന്നെ ഇതാ നല്ലൊരു വാഴക്കൊല ഉണ്ട് കേട്ടോ. വഴിക്കാണ് സ്റ്റെപ്പുമൊക്കെ തൂങ്ങി കിടക്കണത്. ആദ്യം ഞാൻ പറഞ്ഞത് നല്ല ഒഴിഞ്ഞ മലകളായിരുന്നു. ഇപ്പോൾ ഇതാ വീടായി തുടങ്ങി കേട്ടോ. ഓരോ സ്ഥലങ്ങൾ കട്ട് ചെയ്ത് മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് ഇതാ ഇനി ഫുള്ള് വീടാവും. അപ്പോൾ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ നഷ്ടപ്പെടുമല്ലോ. അടുത്ത ഈ തെങ്ങൊക്കെ ഇതാ മാന്തി എടുത്തത് അതൊക്കെ വീടിന് വേണ്ടി സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ. അടുത്ത ഭാഗം എന്ന് പറഞ്ഞതാ ഇതിവിടെ നല്ല ഹൈറ്റിൽ തറക കെട്ടിയിട്ട് വീടിനുള്ള സെറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അവിടെ നല്ല മലയും കാടും ഉണ്ട് ഈ സ്ഥലത്ത്. ഇപ്പം നമ്മൾ ഇവിടുത്തെ കാട്ടിലേക്ക് പ്രവേശിച്ചിട്ടാ. ഒരു അരുവി ഒഴുകുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, അറിയില്ല. അതിൻ്റെ ഉൾഭാഗത്ത് കൂടെ ഒരു ശരിക്കൊരു അരുവി ഒഴുകുന്നുണ്ട്, കാണാൻ കഴിയൂല. എന്നാലും രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ കണ്ടില്ല ഒരു ഇരുട്ട് മൂടി നിൽക്കുകയാണ്. പിന്നെന്ന് വെച്ചാൽ ഫുള്ള് മരങ്ങൾ ഇതങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ്. ശരിക്കും ഈ വള്ളികളും മരങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ഒരു കൂടാരം പോലെ ഉണ്ട്. അതുകൊണ്ട് സൂര്യപ്രകാശം ഇവിടേക്ക് വല്ലാതെ ഇങ്ങോട്ട് എത്തുന്നില്ല. നല്ല ഓക്സിജൻ ഏരിയയാണ്. പക്ഷെ ആദ്യമൊക്കെ ഞങ്ങൾ ചെറുപ്പകാലത്ത് എപ്പോഴും ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെ ആരും വരലില്ല. വല്ലപ്പോഴൊക്കെ ഉപ്പാൻ്റെ ഒപ്പം ഇങ്ങനെ വരും. പിന്നെയെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒഴിവില്ലല്ലോ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരാനും. എല്ലാവരും ഫോണും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമ്മളെ പിന്നെ എല്ലാ സൗകര്യം ഒത്തില്ല. അതൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ പുഴയ്ക്ക് സ്കൂളൊക്കെ വിട്ട് വന്നാലൊക്കെ, അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പുഴയ്ക്ക് വരും. പുഴയിൽ വന്ന് നല്ല നീന്തി തുടിച്ച് അങ്ങനെ തിരുമ്പാനൊന്നും അധികം കൊണ്ടുവരൊന്നുമില്ല, എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. കുറേ കളിക്കാനും തന്നെ പ്രധാനം. നല്ല ഞങ്ങളെ നീന്തലും ഒക്കെ. പിന്നെ അന്നത്തെ കാലത്ത് വെള്ളം കുറവായിരുന്നു. ഇപ്പം പിന്നെ ജലനിധി എന്ന സംഭവമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല, വീട്ടിലേക്ക് വെള്ളം എത്തുകയാണല്ലോ. അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല, കിണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിണർ ഇല്ലാത്തപ്പം തന്നെ കിണറിൽ വെള്ളം ഇല്ലാത്ത സമയത്തൊക്കെ എല്ലാവരും പുഴയ്ക്ക് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അലക്കാൻ വരും. പിന്നെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകും. ശരിക്കും നടക്കാൻ തന്നെ കഴിയണില്ല കേട്ടോ ഈ വഴിയിൽ കൂടെ. അവിടെ എങ്ങനെയാണ് ഒരു ചോല ഒഴുകുന്ന ശബ്ദം കേൾക്കണത്, നല്ലൊരു അരുവിൻ്റെ ഒച്ചയൊക്കെയുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക്, അപ്പോൾ നമ്മൾ ഈ ഒരു മല, ഈ മുള എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ,
ഇതൊക്കെ എത്ര ഉരുൾപൊട്ടലുണ്ടായാലും ഇങ്ങോട്ട് അത്ര ഒന്നും ഒലിച്ചു പോകാത്ത ടൈപ്പാണെന്നൊക്കെ പറയല്ലോ. അങ്ങനത്തെ ഒരുപാട് മുളകളൊക്കെ ഉണ്ട്. പിന്നെയെന്ന് വെച്ചാലേ ഞങ്ങളെ തറവാട് എന്നൊക്കെ വെച്ചാൽ, അതായത് ഞങ്ങളെ ചെറുപ്പകാലത്ത്, എൻ്റെ ചെറുപ്പകാലമല്ല, എൻ്റെ ഉപ്പാൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത്, മൂത്താപ്പാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ വീട്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ ഇവരെ തറവാടൊക്കെ ഇവിടെ ആയിരുന്നു. നല്ല അത്യാവശ്യം വഴി ഇതാ ഇങ്ങനത്തെ കല്ലുമ്മക്കൂടെ ഉണ്ടാ നടന്നു വരുന്നത്. നമുക്ക് നല്ല ഇപ്പം നടക്കാൻ കഴിയും ആദ്യത്തെ പോലെ. ആദ്യമൊക്കെ ഓടിച്ചാടി വന്നിരുന്നു. അപ്പോൾ അതൊരു വഴി ഇവിടെ അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ വല്ലിപ്പാൻ്റെയും ജ്യേഷ്ഠൻ്റെയും ഒക്കെ സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. വല്ലിപ്പാൻ്റെ തെങ്ങും ഒരു മൂച്ചയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ വന്നിരുന്നു, തേങ്ങ ഒക്കെ ഇട്ട് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ പിന്നെ ആരും വല്ല ശ്രദ്ധിക്കില്ല, ആർക്കും ഒഴിവുമില്ല. ഈ സ്ഥലമൊക്കെ ഞാൻ മറ്റേ രീതിയിൽ ഇങ്ങനെ സെറ്റാക്കി എടുത്ത് വീടൊക്കെ വെക്കുകയാണെങ്കിൽ ഉപയോഗപ്രദമാവും. അതൊന്നും ഇത്ര കാടും ഇല്ലേനു. എല്ലാവരും സ്ഥിരമായിട്ട് യൂസ് ചെയ്യലും പിന്നെ ഈ തെങ്ങുമെന്ന് തേങ്ങയിടലും എല്ലാം കൂടി ആകുമ്പോൾ അങ്ങനെ ആളുകൾ നടക്കൽ വരുമ്പോൾ ഇത്ര കാടൊന്നും വരുമല്ലോ. ഇപ്പം പിന്നെ നടക്കാത്തത് കൊണ്ടൊക്കെ നല്ല കാടുമാണ്, വഴിയില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കാണുന്നുണ്ടോ അറിയില്ല, പുഴയാണ് കാണുന്നത്, നമ്മളെ കടലുണ്ടി പുഴ കേട്ടോ. ഞാൻ കുറച്ചും കൂടി അപ്പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾക്ക് എന്തോരം ഇഷ്ടമായിരുന്നു അവിടെ പോയി കുളിക്കണത്. അവിടെ നിന്ന് ഞങ്ങളൊക്കെ നീന്തം പഠിച്ചത് ചെറുപ്പത്തിൽ. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് എല്ലാ കുട്ടികൾക്കും നീന്തലറിയാം. കാരണം എന്താണെന്നോ, ചെറുപ്പകാലം മുതൽ തന്നെ എല്ലാവരും പുഴയ്ക്ക് പോകും, പിന്നെ നീന്തൽ പഠിക്കും. സഫമോളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നീനു. അപ്പോൾ ഓൾക്ക് 6 വയസ്സായിട്ടില്ല കേട്ടത്, 5-5.5 ഒക്കെ ആയപ്പോൾ തന്നെ ഓളെ കൊണ്ടുവന്നപ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടം നീന്തൽ പഠിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഓളെ കൂടെ ഇങ്ങനെ വിട്ട് നിന്നിട്ട് നീന്തൽ പഠിപ്പിച്ചു. അപ്പോൾ ഓൾക്ക് ഒരു 2-3 ദിവസം കൊണ്ട് ഇവിടെ നിൽക്കണത് ശരിക്കും എളുപ്പമാണല്ലോ. നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ 6 വയസ്സിൽ നീന്തം പഠിച്ചില്ല. അതൊരു അത്യാവശ്യ സംഭവം കേട്ടോ നീന്തം പഠിക്കലെന്ന് വെച്ചാൽ. ഈ ഭാഗത്ത് ഇരുന്നിട്ടാണ് ഞങ്ങളെ തറവാട് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു വീടിൻ്റെ തറകളൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ കാണുന്നില്ലൊക്കെ പൊളിഞ്ഞ് പോയിക്കണതാ. ഈ മാവ്, ഈ തെങ്ങ്, ഇതൊക്കെ എൻ്റെ വല്യപ്പാൻ്റെതാണ്. അതിന്മേൽ തേങ്ങയൊക്കെ ഉണ്ട്, പക്ഷെ ആരും ഇടാറും നോക്കാറൊന്നുമില്ല. നല്ല കോഴിക്കോടൻ മാങ്ങയാണത്, കോട്ടാങ്ങ എന്നൊക്കെ പറയും. പിന്നെ അമ്പഴങ്ങ മരമുണ്ട്. ഇവിടെ ഇരുന്നൊരു വീടിൻ്റെ തറ ഒക്കെ കാടുകൊണ്ട്, അതൊരു തറയായിരുന്നു, കാടുകൊണ്ട് കാണുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ ഒരു വീടുണ്ടായിരുന്നു. അവിടെ നല്ല അടിപൊളി കിണർ കാര്യങ്ങൾ ഒക്കെ സെറ്റാക്കി ആ ഭാഗത്തുണ്ട്. നല്ല ജാതിക്ക മരങ്ങൾ, അന്ന് നട്ട തൈകളൊക്കെ, കിണർ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇവിടെ ഈ തേങ്ങ ഇട്ട് ഇങ്ങനെ കൂട്ടിയിടും. തേങ്ങ ഇട്ട് കൂട്ടിയിട്ടിട്ട് എന്താരും കൊണ്ടുപോകില്ല. അപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഓരോ തെങ്ങും മുളച്ചത് ആ തെങ്ങിൻ്റെ തൈകളായി നിൽക്കുകയാണ്. ഇതൊന്നും ഒരിക്കലും എന്താ പറയുക, നടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അതിങ്ങനെ തെങ്ങും തൈയായി വളരും. ചിലപ്പോൾ അത് ഉണ്ടായി വലിയ തെങ്ങായി മാറും. ആരും ശ്രദ്ധിക്കൂല, എടുക്കൂല. ഇതൊക്കെ ശരിക്കും വേറിട്ട് ഓരോ തെങ്ങിൻ്റെ തൈയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നല്ല കാര്യമൊക്കെ. കുറേ തേങ്ങ കൂട്ടിയിട്ട് മുളച്ചൊക്കെ ഇട്ട് ആരും എടുക്കാൻ വരില്ല, അങ്ങനെ മുളച്ചതാണ്. ഇതിലൊക്കെ വഴി ഉണ്ട്. ഇപ്പോൾ വഴിയും കാണുന്നില്ല കേട്ടോ, പുഴയ്ക്കൊന്ന് ഇറങ്ങാനുള്ള. ആരും നടക്കായിട്ടും വരായിട്ടേ അതൊക്കെ എന്തൊരു വഴിയായിരുന്നു. ഇപ്പോൾ ആരും ശ്രദ്ധിക്കണില്ല. അന്നത്തെ മാർഗം തോണിയായിരുന്നു. തോണി കടന്നതിൻ്റെ അക്കരെ എനിക്കൊരു മൂത്താപ്പുണ്ട്. മൂത്താപ്പ കഴിഞ്ഞ വർഷം മരിച്ചു കേട്ടോ. ഇന്നായില്ലായി അജോ എന്തായാലും മൂത്താപ്പാക്ക് പഠിച്ചവന് സ്വർഗപ്പൂന്ത അവനെ നൽകട്ടെ, കബറിട സ്വർഗപ്പൂന്ത പായി കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോലെന്ന് വെച്ചാൽ തോണി മാർഗ്ഗമായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഈ വഴി ആകെപ്പാടെ മൂടിയിട്ട് നടക്കാൻ വരെ കഴിയണില്ല. എന്നാലും ഒരു ആഗ്രഹമാണ് പുഴയ്ക്ക് പോവാൻ. ഏകദേശം രാവിലെ ഇട്ടപ്പോൾ ഇത് 8 മണിയൊന്നും ആയിട്ടില്ല. ഈ ഒരു സമയത്താണ്. ഇവിടെയൊക്കെ നല്ല മുളങ്കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. കുറേയൊക്കെ വെട്ടി ഒഴിവാക്കി അങ്ങനെയൊക്കെ ആയിട്ട്. അതാണ് പുഴ. ഇതിലെങ്ങനെ അല്ലാ ഈ ഒരു ഇത് സങ്കടമായിട്ട് എനിക്ക്. നല്ലൊരു മുളൻ്റെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കൂട്ടായിരുന്നത്. അതാകെ ഇങ്ങോട്ട് ഇതാ മറിഞ്ഞ് ചാടി മഴക്ക് ആയതായിരിക്കും, മണ്ണൊക്കെ ഇടിഞ്ഞിട്ടേ. ഇതങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അത് നേരെ ഞങ്ങളെ വഴിയൊക്കെ അടച്ചിക്കണ്. ഇതാണ് പുഴ.
ഇതിൻ്റെ അക്കരെ ഭാഗത്താണ് ഞങ്ങളെ മൂത്താപ്പാൻ്റെ വീട്. ഈ ഭാഗത്തല്ല, കുറച്ച് ആ ഭാഗത്ത് മഞ്ഞാമാട് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഇവിടെ കണ്ടില്ലേ വല്ലാത്തൊരു സങ്കടം കേട്ടോ. അത് ഞങ്ങളെ വഴിയായിരുന്നു. ഈ വഴി കൂടെ ഞങ്ങൾ പുഴയ്ക്ക് ഇറങ്ങിപ്പോലെ. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ കുളിക്കാൻ നീന്താനൊക്കെ വന്നിരുന്നു, കുട്ടികളെ കുളിപ്പിക്കാനും ഒക്കെ. പക്ഷേ അതിനുള്ളൊരു ഗ്യാപ്പില്ല കേട്ടോ, ഒക്കെ അടഞ്ഞു പോയിക്കണം. ഇനി അപ്പുറത്ത് കൂടെ ഒക്കെ പോയിട്ടൊക്കെ ഇറങ്ങണം. അപ്പോൾ ഇതാണ് നമ്മളെ കടലുണ്ടി പുഴ. അപ്പോൾ ഇതാണ് നമ്മളെ മലപ്പുറം മുത്തിൻ്റെ നാടിൻ്റെ മറ്റ് കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ നുസൈബാൻ്റെയും നൂർ ഫാത്തിമയുടെയും വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ മുളനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണം? മുള കണ്ടിട്ടുണ്ടോ? മുളയരി എന്ന സംഭവം ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം മുളയരി ഉണ്ടായിരുന്നു. മുളയരി നല്ല രസമല്ല, അതുകൊണ്ട് അപ്പം ചുട്ടാലും നെയ്യപ്പം അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കാമല്ലോ. ഈ മുളയരി എന്ന സംഭവം കഴിച്ചിട്ടുള്ളവരും കണ്ടവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എന്താ കാൽമ തുകടിച്ചാ? എന്തോ കടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ കാൽമലൊക്കെ കടിച്ചിക്കണേ. എൻ്റെ കാൽമലൊക്കെ ചൊറിയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ശരി കേട്ടോ എല്ലാവരോടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പോയിക്കഴിഞ്ഞ് പോകാൻ പറ്റില്ല, ഇവിടെ മുളൻ്റെ കാട് നേരെ വീണിക്കണ്. എന്നാൽ ശരി എല്ലാവരോടും.